എല്ലാം പുറത്തുനിന്ന് പ്ലാൻഡ് ആണ്. ജിൻഡോയുടെ വെളിപ്പെടുത്തൽ. എന്നെ ഒരാൾ ഫോൺ ചെയ്തിരുന്നു. അതെ, ആരാണ് അയാൾ? കൂടെ പിന്നെ 4-5 പേരും ഉണ്ട്. ഇവരെല്ലാരും കൂടെ പ്ലാൻ ചെയ്ത് വന്നാണോ ഈ കളിക്കുന്നത്? ഒരു സ്റ്റോറി ഉണ്ടാക്കുന്നത്, പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടാക്കുന്നത്, ഇങ്ങനെ പേഴ്സണൽ ഗ്രഡ്ജ് എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഉണ്ടാക്കുന്നത്. ജാസ്മിനും ഗബ്രിയൊക്കെ മൈക്കൂരി വെച്ച് പുറത്തെ കാര്യം അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പുറത്തെ കാര്യങ്ങളല്ല, അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ? അത് എങ്ങനെയാണ്? ബാത്റൂമിനകത്ത് കയറി നിന്നിട്ട് പാട്ടിടുമ്പോൾ, അതേപോലെ തന്നെ ഓടിക്കളിക്കുമ്പോൾ, ഇപ്പോൾ പുതപ്പിനകത്ത്, ഇങ്ങനെ പല കാര്യങ്ങളും ജിൻഡോ ഇവിടെ എന്താണ് എക്സ്ക്ലൂസീവായിട്ട് പുറത്തു വിടുന്നുണ്ട്. എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ അയ്യോ, ഇന്ന് കുറച്ച് വൈകിപ്പോയി, സോറി, എനിക്ക് വയ്യായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. എന്നാൽ മോർണിംഗ് ആക്ടിവിറ്റിയിൽ കുറച്ച് കഥകൾ നടന്നിട്ടുണ്ട്. മോർണിംഗ് ആക്ടിവിറ്റിയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നിങ്ങളൊരു കഥ ഉണ്ടാക്കുക. അതിനകത്തൊരു വില്ലൻ, ഒരു നായകൻ, ഒരു നായിക. കുറേ പേര് സേഫ് ഗെയിം കളിച്ചു, ജാനുവിനെ നായികയാക്കി അങ്ങ് കളിച്ചു. കുറച്ച് പേര് ജാസ്മിനെയും ഗബ്രീനെയൊക്കെ പറഞ്ഞു. പക്ഷെ വില്ലൻ ഒരാളെ ഉള്ളൂ. ചിലപ്പോൾ വില്ലൻ, ചിലപ്പോൾ നായകൻ. അതെ, നമ്മുടെ അന്യനായ ജിൻഡോ. അതെ, ജിൻഡോ ആണ് ഇവിടെ നായകനായിട്ടും വില്ലനായിട്ടും ഒക്കെ എല്ലാവരുടെ കഥാപാത്രങ്ങളിലും ഉള്ളത്. ജിൻഡോ അവസാനം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ജിൻഡോയുടെ കഥ പറഞ്ഞു, ജിൻഡോയുടെ ആയിട്ടുള്ള കഥ പറഞ്ഞു. ജിൻഡോ പറയും, എന്നെ ഇവിടെ നിന്ന് ഒരാൾ വിളിച്ചു, അത് നോറയാണ് വിളിച്ചത് എന്ന് പറയുന്നുണ്ട്. പിന്നെ കൂടെ 2-3 പേരും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നിച്ച് കളിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ. അതിനെക്കുറിച്ച് പിന്നെ പറയാം. ഇന്നത്തെ രാത്രിത്തെ ആ ഒരു എപ്പിസോഡ് കംപ്ലീറ്റ് കഴിയട്ടെ. ഈ ഒരു സംഭവങ്ങൾ മൊത്തം കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു ഇവാലുവേഷൻ കറക്റ്റ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായിരുന്നാലും ഇവിടെ ആ സമയത്ത്, അത് മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞ ശേഷം നോറ ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ പവർ റൂമിൽ നടന്ന ഡിസ്കഷൻ ഇന്നലെ രാത്രി വന്ന് ജിൻഡോ എന്നോട് പറഞ്ഞു എന്നുള്ളത്. ഇന്നലെ രാത്രി റസ്മിനുമായിട്ട് നടന്ന ഡിസ്കഷൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിന് തെളിവുണ്ടോ എന്ന് ജിൻഡോ ചോദിക്കുകയാണ്. തെളിവില്ല, അതിന് തെളിവില്ല. അപ്പം നോറ, ഇയാൾ പറഞ്ഞു, ഇയാൾ പവർ റൂമിൻ്റെ ഡിസ്കഷൻ എന്നോട് വന്ന് പറഞ്ഞു. ഇത് കേട്ട് കലിതുള്ളി റസ്മിൻ. എന്താണ്, പണിഷ്മെന്റ് കൊടുത്തേ പറ്റൂ, ഇങ്ങേർക്ക് പണിഷ്മെന്റ് കൊടുക്കണം. ഇല്ല, ഞാൻ പണിഷ്മെന്റ് എടുക്കില്ല, ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആര്? ജിൻഡോ. അപ്പോൾ ഈ ഒരു ഇത് തീർക്കാൻ വേണ്ടിയിട്ട്, ഇത് സത്യം പറഞ്ഞ ഇത് പ്ലാൻഡ് ആണോ? നിങ്ങൾ പറ. നമുക്ക് എന്തായിരുന്നാലും ഇതിൻ്റെ ഡിസ്കഷൻ, ഇന്നത്തെ എപ്പിസോഡ്, അതായത് ഇന്നത്തെ മൊത്തത്തെ ദിവസത്തെ ഇവരുടെ ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം. ബാക്കി പുലിക്കുട്ടികൾ അല്ലെങ്കിൽ പുലിയാണെന്ന് വിചാരിക്കുന്നവരൊക്കെ ഔട്ടായല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവർ ഫ്രണ്ടിലേക്ക് വന്നു. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്പോസ്ഡ് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അടുത്ത ആൾക്കാർ വരുന്നതിന് മുന്നേ തന്നെ ഇത് എക്സ്പോസ്ഡ് ആയി വരുന്നുണ്ട്. ഇവർ നിറഞ്ഞു നിൽക്കുന്നത്, ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇവർ ഇതിനകത്ത് കാലൂന്നാൻ നോക്കുന്നുണ്ട്. അതായത് ഇവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടറൈസേഷൻ ഇവർ ഈ ബിഗ് ബോസ് സീസൺ 6 കൊടുക്കാൻ നോക്കുന്നുണ്ട്. മറ്റ് ഇനിയിപ്പോൾ ഇവർക്ക് നന്നായിട്ട് അറിയാം, പ്രത്യേകിച്ച് ജിൻഡോയ്ക്ക് നന്നായിട്ട് അറിയാം, ഇനി വൈൽഡ് കാർഡുകൾ വരും, ഇനി എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവും, ഇവിടെ ഇങ്ങനെ ആയിരിക്കില്ല ബിഗ് ബോസ്, ഈസ്റ്റർ വരാൻ പോകുന്നു, അങ്ങനെ എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ജിൻഡോയ്ക്ക് അറിയാം. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ജിൻഡോയുടെ ഗെയിം പ്ലാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനു മുന്നേ ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വെച്ച് നമ്മൾ ഇതിനകത്ത് സ്ഥാനം ഉറപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒഴുക്കിപ്പെട്ടു പോവും എന്നുള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജിൻഡോ അറിഞ്ഞ് കളിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് ജിൻഡോ സമ്മതിക്കുമോ? എവിടെ സമ്മതിക്കാൻ? റൂൾ ബുക്ക് പ്രകാരം എടുത്ത് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ റൂൾ ബുക്ക് പ്രകാരം നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ആ ഒരു മുടിയൻ്റെ, നമ്മുടെ ഋഷിയുടെ വിധി, അതായത് ഋഷിക്കാണ് ആദ്യം കൊടുക്കാനിരുന്നത്, പിന്നെ അത് മാറ്റിയിട്ട് ശരണ്യക്കാക്കി. അത് റൂൾ ബുക്കിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായെന്ന് പറയുന്നു. അതേപോലെ തന്നെ ശ്രീരേഖയുടെ ഡാൻസ്, അത് 2 പേർക്ക് സെക്കൻഡ് കൊടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പം ജിൻഡോ അതിനെ തിരിച്ചു കേട്ടാ. അങ്ങനെയാണെങ്കിൽ റസ്മിനല്ലേ ആദ്യം സ്റ്റേജിൽ കയറി എന്ന് പറഞ്ഞത് 2 പേർക്ക് സെക്കൻഡ് കൊടുക്കാനുണ്ടായിരുന്നു എന്നുള്ളത്, ഞാനല്ലല്ലോ എന്ന് പറഞ്ഞ് തിരിച്ച്. ഞാൻ പറഞ്ഞത് നോറ പറഞ്ഞതല്ലേ നിങ്ങൾ അറിയുന്നത്. ഈ റസ്മിൻ സ്റ്റേജിൽ കയറി നിന്നിട്ട് നമ്മുടെ ഡിസ്കഷൻ വിളിച്ച് പറഞ്ഞില്ലേ, എടാ ഭീകരാ, ഡിസ്കഷൻ വിളിച്ച് പറഞ്ഞു. അതായത് നമ്മൾ 2 പേർക്കുമാണ്, ശ്രീരേഖയ്ക്കും നോറയ്ക്കും സെക്കൻഡ് കൊടുക്കാൻ ഇരുന്നതാണ്. പിന്നെ ബിഗ് ബോസ് പറഞ്ഞത് കൊണ്ട് 1, 2, 3 പൊസിഷൻ പറയുന്നു എന്നുള്ളത്. ആ സംഭവം എടുത്തിട്ടു. എന്തായാലും വീട്ടുകാർ പറഞ്ഞത് പവർ ടീം കൊള്ളില്ല, പവർ ടീം പിരിച്ചുവിടുക. എന്തായാലും ബോർഡിനകത്ത് പവർ റൂമിന്റെ ഡിസ്കഷൻ പുറത്ത് പറഞ്ഞതിന് ഈ പണിഷ്മെന്റ് ഒക്കെ ഇതാക്കണമെന്ന് ജിൻഡോയ്ക്ക് എഴുതി, അതായത് ക്ലീനിങ് മറ്റതൊക്കെ. ജിൻഡോ പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ്. പക്ഷെ അത് സമ്മതിക്കുന്നില്ല. അയ്യോ, അങ്ങനെ ഭയങ്കര വഴക്കായി. ജിൻഡോ ഒരു തരത്തിൽ സമ്മതിക്കില്ല. അങ്ങനെ അൻസിബ ജിൻഡോനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. നിങ്ങൾ എന്തിന് വെറുതെ ഇങ്ങനെ കിടന്നാക്കുന്നത്? അതിൻ്റെ ഇടയിൽ കൂടെ നോറയ്ക്ക് ഈ സംഭവം പുറത്തു വന്നു എന്നുള്ള ഒരു ടെൻഷനും കൂടിയുണ്ട്. പക്ഷെ ടെൻഷനല്ല, അതൊരു ഗെയിമാണ് നടക്കുന്നത് കേട്ടാ. അങ്ങനെ ടെൻഷനൊന്നുമില്ല, അതൊരു ഗെയിം, ഒരു സ്റ്റോറി കേട്ടാ. അപ്പം ശരിക്കും ബിഗ് ബോസിലേക്ക് നോറ വന്നപ്പോഴത്തേക്കും നോറ വിളിച്ചിരുന്നു എന്ന് അൻസിബ ഡയറക്റ്റ് പവർ റൂമിനകത്ത് കൊണ്ടുപോയിട്ട് ചോദിക്കുന്നുണ്ട് ജിൻഡോയുടെ അടുത്ത് കേട്ടാ, ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോ ആദ്യം വരുമ്പോൾ അപ്പം അല്ല, അത് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് ജിൻഡോ പറയുന്നു. ജിൻഡോയുടെ അടുത്ത് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു,
നോറയുടെ ഫ്രണ്ട് ജാസ്മിൻ. അത് പിന്നെ കണ്ടില്ലേ, ഇവിടെ ആദ്യം വന്നപ്പോൾ നോറയും ജാസ്മിനും ഫ്രണ്ട്സ്, അത് കഴിഞ്ഞ് അവർ പിരിഞ്ഞു. അപ്പോൾ അത് ഒരു ആൾക്കാരുടെ മനസ്സിൽ അതൊന്ന് പതിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഗബ്രി ഇവിടെ സോങ് ഇടുമ്പോൾ, ഇവിടെ ഗബ്രിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഗബ്രിയും ജാസ്മിനും. ഇവിടെ പാട്ടിടുമ്പോൾ അവരെ കാണത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവൾ മൈക്കൂരി വെച്ച് സംസാരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സിങ് റൂമിനകത്ത് പോകും. അത് നമ്മൾ കണ്ടായിരുന്നു, ജാസ്മിൻ ഡ്രസ്സിങ് റൂമിനകത്ത് കയറിയിരിക്കുന്നത്. പിന്നെ ഓടിക്കളിക്കും, രാത്രി ഫുൾ ഓടിക്കളിക്കലാണ്. അപ്പം ഞാനിതെല്ലാം കണ്ടുപിടിക്കും. ആ ഓടിക്കളിക്കുമ്പോൾ മൈക്കൂരി വെച്ചാണ് ഓടിക്കളിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ബാത്റൂമിൽ കയറിയിട്ട് അപ്പുറത്തും ഇപ്പുറത്ത് സംസാരിക്കും. ഞാനൊരു ദിവസം കയ്യോടെ അവിടെ പിടിച്ചതാണ്. ഞാൻ അപ്പുറത്തെ ബാത്റൂമിൽ കയറിയിരുന്നത് ജിൻഡോ, എൻ്റെ ദൈവമേ, അപ്പുറത്തെ ബാത്റൂമിൽ കയറിയിരുന്ന് ഞാൻ അവന് കയറാൻ പറ്റാതെ ഞാൻ ആക്കി. എന്നിട്ട് ജാസ്മിൻ എന്നോട് ചോദിക്കണം, ഇക്കാക്ക് ഉറക്കമൊന്നും ഇല്ലേ എന്ന്. രാത്രിയാണ് ഇവരുടെ ഫുൾ പ്ലാനിങ്. അത് കഴിഞ്ഞ് രാത്രി നമ്മൾ ഇവരുടെ ഇത് കണ്ടിട്ട് നമ്മൾ ഉറങ്ങിപ്പോവല്ലോ. ഈ കലാപരിപാടി നമ്മൾ ജാസ്മിൻ്റെയും ഗബ്രിയുടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമോ. എനിക്കാണെങ്കിൽ ഉറക്കം വരും സത്യമായിട്ടും. പിന്നെ പകുതിയും മനസ്സിലാവത്തില്ല, അവരിങ്ങനെ ആംഗ്യ വിക്ഷേപങ്ങളാണ് കൂടുതൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് ജിൻഡോ കണ്ടുപിടിച്ചെന്നാണ് ജിൻഡോ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പുതപ്പിനകത്ത് ജിൻഡോ കൂർക്ക വലിക്കുന്നത് പോലെ കാണിച്ച് കിടക്കുമെന്ന്. സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ വെച്ച് കേട്ടോണ്ടിരിക്കുകയാണെന്ന്. എൻ്റെ ദൈവമേ, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതൊക്കെയാണ് ജിൻഡോയുടെ വെളിപ്പെടുത്തുക. അപ്പോൾ അൻസിബ പറഞ്ഞ്, നിങ്ങൾ വെറുതെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കി നിങ്ങൾ പവർ റൂമിൽ നിന്ന് പുറത്താകാതിരിക്കുക. പുറത്തായാൽ നിങ്ങൾ എല്ലാവരും കൂടെ നോമിനേറ്റ് ചെയ്ത് നിങ്ങൾ പുറത്താവും കേട്ടോ. അപ്പോൾ ജിൻഡോയ്ക്ക് ആ ഒരു പേടിയുണ്ട്. അപ്പോൾ അൻസിബ പോയിട്ട് റസ്മിനോട് പറഞ്ഞത്, ഇങ്ങനെ കയ്യിലെടുക്കാൻ ഇതേ ഉള്ള ഒരു മാർഗം, ഇതങ്ങ് പറയുക, നിങ്ങൾ ഈ പവർ റൂം പിടിച്ചു വെക്കാൻ നോക്കുക, അല്ലെങ്കിൽ നോമിനേറ്റഡ് ആവും എന്ന് പറയുക. അത് മാത്രമേ ഉള്ളൂ അയാൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരുപാട് വെളിപ്പെടുത്തലുകൾ കാണുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി ഇനി അങ്ങോട്ട് കാണാൻ കിടക്കണേ ഉള്ളൂ. ഇത് തുടക്കം ഇട്ടു, ബാക്കി സംഭവങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ ഒരു സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ജിൻഡോയും നോറയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ. പക്ഷെ എനിക്കത് നോറയാണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല. ആ ഫോട്ടോയിൽ നോറ തന്നെയാണെന്ന് എനിക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല. നോറയും ജിൻഡോയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്നു, ജിൻഡോയുടെ സ്റ്റോറി ആയിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണ്, ഇത് ഹൈലി മാനിപ്പുലേറ്റീവ് ആൻഡ് എന്താണ്, പുറത്തും കളി അകത്തും കളി എന്നുള്ള രീതിയിലാണോ എന്നറിയില്ല. സാധാരണ നമ്മുടെ ഹിന്ദി ബിഗ് ബോസ് ലെവലിലുള്ള കളികളാണോ എന്നും എനിക്കറിയില്ല. കാര്യം ഇന്നലെ ജിൻഡോ ഒരു വാക്ക് പറഞ്ഞിട്ടാണ്, ചേച്ചി ഞാൻ കാണുന്നത് ഹിന്ദി ബിഗ് ബോസ് ആണ്, അത് കണ്ടാൽ ശരിക്കുമുള്ള കളി മനസ്സിലാകുന്നുള്ളത്. അപ്പോൾ എനിക്കതൊന്ന് മനസ്സിലായത് ഹിന്ദി ലെവൽ കളി, അതായത് പുറത്ത് കുറച്ച് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇളക്കമൊക്കെ ഉണ്ടാക്കുന്നു, കുറച്ച് കോൺട്രോവേഴ്സീസ്. ബിഗ് ബോസിൽ എപ്പോഴും വിറ്റഴിയണ സംഭവമാണ് കോൺട്രോവേഴ്സീസ്. അത് നോറ തന്നെയാണോ ആ ഫോട്ടോയിലുള്ളത്? സത്യം നിങ്ങൾ പറ, എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കത് നോറ കുറച്ച് വണ്ണം വെച്ച നോറയാണ് അല്ലേ, ഇപ്പം മുഖം ഞാൻ പിന്നെ നടിച്ച് നോറ തന്നെയാണോ, ഇങ്ങനെയൊക്കെ ഞാൻ വെച്ച് നോക്കി. അപ്പോൾ നിങ്ങൾ തന്നെ അത് പറയാം. ഇതിൻ്റെ ഒരു തീരുമാനം നമുക്ക് ഇന്ന് വൈകുന്നേരം ഉള്ള റിവ്യൂവിൽ നമുക്ക് പറയാം. കാര്യം ഇതിങ്ങനെ കിടക്കുകയാണ്. ഇന്ന് രാവിലെ തുടക്കം ഇട്ടു, ഇതിങ്ങനെ പോയിട്ട് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ 2 ദിവസത്തിനകം ഇതിനുള്ള ഒരു തീർപ്പ് നമുക്ക് കൽപ്പിക്കാം. ആരാണ് ബാക്കിയുള്ള പേര്? ജാസ്മിനും ഗബ്രിയും ആണോ? ജിൻഡോ നോറ ജാസ്മിനും ഗബ്രിയും ആണോ? ജിൻഡോ നോറ ജാസ്മിനാണോ? ഒന്നും ഒരു പിടിയില്ല. എന്തായാലും ഒരു പ്ലാനിങ് പ്ലോട്ടിങ്ങുകളൊക്കെ പുറത്ത് നടക്കുന്നുണ്ട്, അകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഹിന്ദി ലെവലിലൊക്കെ അല്ലേ, പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് ഈ വർഷത്തെ ഹിന്ദി ബിഗ് ബോസിൽ കൈയോടെ പിടിച്ചില്ലേ, പുറത്തുനിന്ന് പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും തുടങ്ങി നമ്മുടെ ഇഷ അഭിഷേകൊക്കെ. അപ്പോൾ ആ ലെവൽ ഗെയിമാണോ? അകത്ത് ഗെയിം കളിക്കുമ്പോൾ പുറത്ത് ഇവിടെ സ്റ്റോറി ഇടുക, വീഡിയോ ഇടുക, എന്നിട്ടൊരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നലെ എനിക്ക് ഈ ഫോട്ടോ കയ്യിൽ കിട്ടി. അപ്പോൾ ഞാൻ വെയിറ്റ് ആൻഡ് സീ, നോക്കട്ട് ഇതെന്ത് നടക്കും എന്നുള്ളത് എനിക്ക് കാണണം എന്നുള്ള സംഭവമാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നടന്നു തുടങ്ങി. ഇനി 2-3 ദിവസത്തിനകം ഇതിനൊരു തീർപ്പ് ഉണ്ടാകും. അപ്പോൾ എന്തായാലും നടന്നുകൊണ്ടിരിക്കുക, നമുക്ക് നോക്കാം ഇത് എവിടം വരെ പോകും, എങ്ങനെ പോകും എന്നുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.